ഓഹരി വിപണിയുടെ ഒരു സവിശേഷത അത്ഭുതപ്പെടുത്താനുള്ള അതിന്റെ കഴിവാണ്. പലപ്പോഴും വിപണിയിൽ കയറ്റവും ഇറക്കവും ഉണ്ടാകുന്നത് തീരെ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിലായിരിക്കും. പ്രസിഡന്റ് ട്രംപിന്റെ ടാരിഫ് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ FIIs നിരന്തരം വിൽപ്പന നടത്തിയ സാഹചര്യത്തിൽ 7 ദിവസത്തിനുള്ളിൽ നിഫ്റ്റിയിൽ 6% ഉയർച്ച പൊതുവെ പ്രതീക്ഷിച്ചതായിരുന്നില്ല. എന്നാൽ അതാണ് സംഭവിച്ചത്. വരും ദിനങ്ങളിൽ വിപണിയിലെ ഗതിവിഗതികൾ എന്തായിരിക്കും? വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ്. 2024 സെപ്റ്റംബറിലെ റെക്കോർഡ് ഹൈ ആയിരുന്ന 26,277 നിന്ന് 16% നിഫ്റ്റി കറക്റ്റ് ചെയ്തു. ഈ കറക്ഷനിലേക്ക് നയിച്ചത് പ്രധാനമായും 4 കാര്യങ്ങളായിരുന്നു. ഒന്ന്, ഇന്ത്യയുടെ GDP വളർച്ചയിലുണ്ടായ താഴ്ച. FY25 Q2 GDP ഗ്രോത്ത് 5.6% കുറഞ്ഞു. ഈ വർഷത്തെ FY25 ഏർണിംഗ്സ് ഗ്രോത്ത് എസ്റ്റിമേറ്റ്സ് ഏകദേശം 7% മാത്രമായി കുറഞ്ഞു. ദിസ് വാസ് ദ ഫണ്ടമെന്റൽ ഫാക്ടർ വിച്ച് പുഷ്ഡ് ദ മാർക്കറ്റ് ഡൗൺ. 2, ഈ ഗ്രോത്ത് സ്ലോ ഡൗണിന്റെ പശ്ചാത്തലത്തിൽ FIIs ഇന്ത്യയിൽ തുടർച്ചയായി വിൽപ്പന നടത്തി. 3, ട്രംപ് ട്രേഡിന്റെ ഫലമായി ഡോളർ തുടർച്ചയായി ശക്തി പ്രാപിച്ചു. രൂപയുടെ മൂല്യം കുറഞ്ഞു. ഇത് അമേരിക്കയിലേക്കുള്ള ക്യാപിറ്റൽ ഫ്ലോസിന്റെ ആക്കം കൂട്ടി. 4, ചൈനീസ് സർക്കാരിന്റെ പുതിയ ഉത്തേജക പദ്ധതികൾ ചൈനീസ് സ്റ്റോക്സിലേക്ക് പണമൊഴുക്ക് വർദ്ധിപ്പിച്ചു. ചൈനീസ് സ്റ്റോക്സിന്റെ വാല്യുവേഷൻസ് വളരെയധികം കുറഞ്ഞത് ഇതിന് സഹായിച്ചു. ഈ 4 ഘടകങ്ങളാണ് വിപണിയിൽ 16% കറക്ഷൻ ഉണ്ടാക്കിയത്. ഈ സാഹചര്യങ്ങൾ ഇപ്പോൾ മാറുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ആഭ്യന്തര ഘടകങ്ങൾ അനുകൂലമാവുകയാണ്. എന്നാൽ എക്സ്റ്റേണൽ സാഹചര്യം അനുകൂലമല്ല. വെല്ലുവിളികൾ കൂടുതലാണ്. അല്പം വിശദീകരിക്കാം. അനുകൂലമാവുന്ന ആഭ്യന്തര ഘടകങ്ങൾ ഇവയാണ്. 1, GDP ഗ്രോത്ത് തിരിച്ചു വരുന്നു. Q2 ഗ്രോത്ത് 5.6% Q3 6.2% വർദ്ധിച്ചു. ഈ വർഷം അതായത് FY25 GDP ഗ്രോത്ത് 6.5% കൈവരിക്കാനാകും. ജനുവരിയിലെ IIP ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ 5.1% ഉയർന്നിട്ടുണ്ട്. ഇതിന്റെ ഫലമായി അടുത്ത വർഷം അതായത് FY26 12% കോർപ്പറേറ്റ് ഏർണിംഗ്സ് ഗ്രോത്ത് സാധ്യമാണ്. ദിസ് ഈസ് എ പോസിറ്റീവ് ഫണ്ടമെന്റൽ സപ്പോർട്ട് ടു ദ മാർക്കറ്റ്. 2, ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം CPI ഇൻഫ്ലേഷനിൽ ഉണ്ടായിട്ടുള്ള താഴ്ചയാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ 6.2% CPI ഇൻഫ്ലേഷൻ ഈ ഫെബ്രുവരിയിൽ 3.61% കുറഞ്ഞിട്ടുണ്ട്. ഇൻഫ്ലേഷൻ RBIയുടെ കംഫർട്ട് സോണിൽ ആയതുകൊണ്ട് ഏപ്രിൽ മാസത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിൽ പലിശ നിരക്ക് കുറയ്ക്കാൻ ഉയർന്ന സാധ്യതയുണ്ട്. ദിസ് ഈസ് എ മേജർ പോസിറ്റീവ് ഫ്രം ദ മാർക്കറ്റ് പെർസ്പെക്റ്റീവ്. 3, ട്രംപ് ട്രേഡിൻ്റെ ഫലമായി ഡോളർ അപ്രീഷിയേറ്റ് ചെയ്ത് റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്തത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ മാറിയിട്ടുണ്ട്. റുപ്പി ഹാസ് അപ്രീഷിയേറ്റഡ് ഡ്യൂറിങ് ദ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ്. ഇത് ഡോളറിലേക്കുള്ള പണമൊഴുക്ക് റിവേഴ്സ് ചെയ്യുകയാണ്. 4, ഈ മാക്രോ പശ്ചാത്തലത്തിൽ FIIs വിൽപ്പന നിർത്തി ബയേഴ്സായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 4 ദിവസങ്ങളിൽ മാത്രം FIIs 19,136 കോടി രൂപയ്ക്കുള്ള ഓഹരികളാണ് വാങ്ങിയത്. ഇൻ ബ്രീഫ്, ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് ആർ ഫേവറബിൾ. എന്നാൽ എക്സ്റ്റേണൽ എൻവയൺമെൻറ്റ് അത്ര അനുകൂലമല്ല. ഇറ്റ് ഈസ് ഹൈലി ചലഞ്ചിങ്. പ്രധാനപ്പെട്ട വെല്ലുവിളി ട്രംപ് ടാരിഫ്സ് തന്നെയാണ്. ഇതുവരെ മെക്സിക്കോ, കാനഡ, യൂറോപ്യൻ യൂണിയൻ, ചൈന എന്നിവർക്കെതിരെ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ച തീരുവകൾക്ക് പുറമെ മറ്റെല്ലാ രാജ്യങ്ങൾക്കുമെതിരായി, പ്രത്യേകിച്ച് വലിയ രാജ്യങ്ങൾക്കെതിരായി റെസിപ്രോക്കൽ ടാരിഫ്സ് ഏപ്രിൽ 2 പ്രഖ്യാപിക്കുമെന്ന് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ടാരിഫ് കിങ് എന്ന് ട്രംപ് വിശേഷിപ്പിച്ച ഇന്ത്യയെ ഒഴിവാക്കാൻ ഇടയില്ല. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ തീരുവ സംബന്ധിച്ച് തീരുമാനങ്ങളിലെത്താനുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഫലവത്താകുകയാണെങ്കിൽ ഇന്ത്യക്ക് അല്പം ഫേവറബിൾ ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാത്തിരുന്ന് കാണണം. FIIs വാങ്ങുമ്പോൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയ ലാർജ് ക്യാപ്സ് ആയിരിക്കും കൂടുതൽ വാങ്ങുക എന്ന് മുമ്പ് പറഞ്ഞത് ഓർക്കുക. ഫെയർലി വാല്യൂഡായ ഹൈ ക്വാളിറ്റി ഫൈനാൻഷ്യൽസിൻ്റെ പ്രകടനത്തിൽ നിന്ന് ഇത് വ്യക്തമാണ്. HDFC ബാങ്ക്, ICICI ബാങ്ക്, ബജാജ് ഫൈനാൻസ് തുടങ്ങിയ ബാങ്കിങ് ഫൈനാൻസ് ഓഹരികളുടെയും ഭാരതി എയർടെൽ, ഇൻഡിഗോ എന്നീ ഡൊമസ്റ്റിക് കൺസംഷൻ ഡ്രിവൺ ഓഹരികളുടെയും മികച്ച പ്രകടനം ശ്രദ്ധിക്കുക. മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സിൽ ഫെയർ വാല്യുവേഷനും
ഉയർന്ന ഗ്രോത്ത് പ്രോസ്പെക്ട്സും ഉള്ള ഓഹരികളിലാണ് തിരിച്ചുവരവ് നടക്കുന്നത് എന്ന കാര്യവും ശ്രദ്ധിക്കണം. വ്യത്യസ്ത വ്യവസായങ്ങളുടെ ഓഹരികളുടെ മൂവ്മെൻറ്റ് ഏപ്രിൽ 2 റെസിപ്രോക്കൽ ടാരിഫ് പ്രഖ്യാപനത്തെ ആശ്രയിച്ചിരിക്കും. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ ഡീറ്റെയിൽസ്.